ഇതേപോലെ ഹിജാബ് ധരിച്ചിട്ട് എന്താണ് പ്രയോജനം? കൃത്യമായ രീതിയിൽ ഹിജാബ് ധരിക്കുക അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ഭംഗി എന്ന് പറയുന്നത് മുടി കാണിക്കുമ്പോഴല്ല സഹോദരിമാരെ, മുടി മറയ്ക്കുമ്പോഴാണ്. മാഷാ അല്ലാ, ഇതേപോലെ ഒരു ക്യാപ്പ് വാങ്ങുക. കണ്ടാ, ഈ ഒരു ക്യാപ്പ് ചെറിയ വില വരുന്നുള്ളൂ. അത് വാങ്ങി കൃത്യമായിട്ട് കവർ ചെയ്യുക. ഒരു മുടി പോലും കാണാൻ പാടില്ല, ഒരു മുടി പോലും കവർ ചെയ്യുക. നല്ലൊരു ഹിജാബ്, അതും ചെവി, കഴുത്ത്, ചെസ്റ്റ് കംപ്ലീറ്റ് മറിയുന്ന രീതിയിൽ ഒരു ഹിജാബ് വാങ്ങുക. ഒന്നല്ല ഹിജാബ് വാങ്ങി പറ്റോ? ഈ ഹിജാബിലേക്ക് ഷോൾ മതി. ഷോൾ നന്നായി ചുറ്റി വൃത്തിയായിട്ട് ധരിക്കുക. ഹിജാബ് ധരിക്കുന്നതിന്റെ കൃത്യമായിട്ടുള്ള കൂലി നമുക്ക് ലഭിക്കണമെങ്കിൽ ആ രീതിയിൽ തന്നെ നമ്മൾ ധരിക്കേണ്ടതായിട്ടുണ്ട്. അറിഞ്ഞും അറിയാതെയാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഒഴിവാക്കണം. ഹലോ ഗൈസ്, ഞാൻ ഇപ്പോൾ ഈ പ്ലേ ചെയ്ത വീഡിയോ ഇല്ലേ, ഈ വീഡിയോയിൽ ഒന്ന് ചെറുതായിട്ട് എനിക്ക് പറയാൻ തോന്നിയ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനാണ് നല്ലൊരു കാര്യം പറയുന്നതിനെ പറ്റി റിയാക്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ്. ഇതിനെതിരെ ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല. റിയാക്ട് ചെയ്യാൻ ഈ ഒരു വേറൊരു കാര്യം ഇദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ നിന്ന് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ആളെ പലർക്കും അറിയായിരിക്കും, പുള്ളിക്കാരി ഇസ്ലാം പരമായിട്ടുള്ള അറിവില്ലാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കുറച്ച് നാളുകളോട് ഇങ്ങനെയാണ്. എന്നാലും മുമ്പ് മേക്കപ്പുകളും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിരുന്ന ആളാണ് മാനസാന്തരപ്പെട്ട് അള്ളാഹിക്ക് നേരെ ജീവിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പുള്ളിക്കാരുടെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഈ ഒരു മുടിയിലെ ഈ ഒരു മുടിനാര് പോലും പുറത്ത് കാണിക്കാൻ പാടില്ല. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ആയിരിക്കാം, എന്റെ അറിവിലും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ എന്താ പറയാ, ഓരോരുത്തരുടെ വിശ്വാസപ്രകാരം ചിലപ്പോൾ മുടി കാണിക്കുന്നത് വലിയ തെറ്റുകളായിരിക്കാം. ഞാൻ കേട്ടിട്ടുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, പല കാര്യങ്ങളും അവരവരുടെ ആവശ്യങ്ങൾക്ക് ഹറാമും ഹലാലും ആക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഈ താത്ത വളരെ വലിയ വലിയ കാര്യങ്ങളാണ് കേട്ടോ വീഡിയോയിലൂടെ പറയുന്നത്. ഈ പുള്ളിക്കാരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. എല്ലാം നല്ല കാര്യമാണ്, അറിയില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് വളരെ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഇതിനിടയിൽ കണ്ണിൽ കിട്ടിയ ഒരു കാര്യമുണ്ട്, അതെന്താണെന്ന് ഞാൻ പറയാം. എത്രത്തിൽ ഹിജാബ് ഇടണം, എത്രത്തിൽ വസ്ത്രം ധരിക്കണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതിൽ ഒരാൾ വന്നിട്ട് കമന്റ് പറയേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ്. ഞാൻ എന്റെ ഇഷ്ടത്തിലാണ് എന്റെ വസ്ത്രധാരണം, എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്തിനാണ് ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ല. ഞാൻ ഒരു വീഡിയോ ഇതിനകത്ത് കണ്ടിട്ടുണ്ടെന്നുള്ളത്. പുള്ളിക്കാരുടെ പ്രൊഫൈൽ കയറി നോക്കിയ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ. എല്ലാം നല്ലത് വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, അത് സ്വീകരിക്കേണ്ടവർ സ്വീകരിക്കട്ടെ. അപ്പോൾ എന്തിനാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത് ഞാൻ വീഡിയോ പ്ലേ ചെയ്യുക, എന്നിട്ട് ബാക്കി